വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AKG വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വിഷു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കുടനെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്, ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. അപ്പം മാക്സിമം ആൾക്കാരും ഇപ്പോൾ പുറത്തിറങ്ങി പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, മറക്കരുത്. സൺസ്ക്രീൻ നിർബന്ധമായിട്ടും നിങ്ങൾ ഫേസിലും അതുപോലെ കയ്യിലും കാലിലും വേണമെങ്കിൽ കാലിലും ഇട്ടിട്ട് ഇറങ്ങാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം വർത്തമാനമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ബ്ലൗസ് ഞാൻ ആദ്യം ഇട്ടതാണ്, സ്കേർട്ടും ബ്ലൗസും ആണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ പറഞ്ഞടുപ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെ എനിക്കിതാണ് ഇഷ്ടം. ബാക്ക് കഴുത്ത് ഇങ്ങനെയാണ്, കെട്ടല്ല കുടുക്കാണ് വെപ്പിച്ചത്. പിന്നെ ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മായ ടൈലറിങ് ഷോപ്പിൽ നിന്ന് അടുപ്പിച്ചതാണ് കേട്ടോ. അടിപൊളിയായിട്ട് തയ്ക്കും അവിടെ നിന്ന്. ഞാൻ അവിടെ നിന്നാണ് തയ്പ്പിക്കാറുള്ളത്. പിന്നെ ഡിസൈനൊക്കെ ഞാൻ തന്നെ വെച്ചതാണ്. അപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് മേക്കപ്പൊക്കെ നല്ല രീതിക്ക് നന്നായിട്ട് കിട്ടും. ഈ ഒരു മോയ്സ്ചറൈസർ അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് പറ്റത്തില്ല, ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് ചേരുന്നൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. പിന്നെ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഞാനിവിടെ ലാക്മിയുടെ CC ക്രീമാണ് എടുക്കുന്നത്, ഫൗണ്ടേഷന് പകരം കേട്ടോ. ഇത് അടിപൊളി CC ക്രീമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് വന്നിട്ട് ബേജിയാണ്. ഞാൻ രണ്ടാമത് പോയി വാങ്ങിച്ച ഷെയ്ഡാണ് കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിച്ചത് ബ്രോൺസ് ആയിരുന്നു. അതെൻ്റെ ഷെയ്ഡ് കുറവാണ് കേട്ടോ, ഒരു ഷെയ്ഡ് കുറവാണ്. എനിക്ക് ഫേസ് നല്ല ഡാർക്കായിട്ട് തോന്നുക, അങ്ങനെയാണ് ഞാനിത് രണ്ടാമത് പോയി മേടിച്ചത്. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ ആണെങ്കിലും CC ക്രീം ആണെങ്കിലും എടുക്കുമ്പോൾ നമ്മുടെ ഷെയ്ഡ് ഒരു പടി ഷെയ്ഡ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാനിതിൽ മിക്സ് ചെയ്യുന്നത് നമ്മുടെ NYBയുടെ പ്രോ സ്റ്റോക്ക് ക്രീമാണ്. പിങ്ക് ടോപ്സാണ് ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലിട്ട് കൊടുക്കുക. പിന്നെ മേക്കപ്പൊക്കെ ആദ്യമായിട്ട് ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊരിക്കലും ഓൺലൈനിൽ ഫൗണ്ടേഷനും BB ക്രീമും CC ക്രീമും ഒന്നും വാങ്ങിക്കരുത്. നമുക്ക് ഏതാണോ ഷെയ്ഡ് എന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് മേടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ ഷെയ്ഡ് ഏതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓൺലൈനിൽ മേടിച്ചാൽ മതി. പിന്നെ ഞാൻ ഈ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത് വിഷുവിന് ഒരു ദിവസം മുമ്പാണ്. അതുകൊണ്ട് തന്നെ വിഷുവൊക്കെ കഴിഞ്ഞെന്ന് വരും ഈ ഒരു മേക്കപ്പ് വീഡിയോ അപ്ലോഡായി വരുമ്പം. എങ്കിലും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസ് എന്താണോ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അതായത് നിങ്ങളുടെ കമൻസ് എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. അപ്പം നമ്മളിവിടെ ക്രീം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഈ ലിപ്പ് ലൈനർ വെച്ച് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുമ്പം നമ്മുടെ ലിപ്പ് കാണാനായിട്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതുപോലൊരു ലിപ്പ് ലൈനർ ഉള്ളത് നല്ലതാണ്. ഞാനിതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ന്യൂഡേ പിങ്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലില്ല എങ്കിലും ഞാൻ മാക്സിമം വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. ലാക്മിയുടെ ന്യൂഡേ പിങ്ക് എന്നുള്ള ഷെയ്ഡാണിത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് കണ്ണെഴുതുക എന്നുള്ളതാണ് കേട്ടോ. കണ്ണെഴുതാൻ ഞാനിതാ ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതി കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ആ ഒരു കണ്ണിൻ്റെ മേലെ ഭാഗത്ത് ഓൾറെഡി കണ്ണെഴുതിയ പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികവും മേലെ ഭാഗത്ത് എഴുതാറില്ല. വലിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മേലെ ഭാഗത്ത് എഴുതാറുള്ളൂ. പിന്നെ ഈ ഒരു ഡേസിലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഞാൻ വാലൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. വലിയ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യാറുള്ളൂ. വന്നിട്ട് നമുക്കൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം, ചെറിയ രീതിക്ക് കേട്ടോ. ഇതെനിക്ക് സ്മിട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ചീക്ക് ടിൻ്റാണ്. അടിപൊളി ചീക്ക് ടിൻ്റാണ് കേട്ടോ, പറയാതെ വയ്യ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചീക്ക് ടിൻ്റാണിത്.
ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാച്ചായിട്ടൊരു പൊട്ട് കൂടെ തൊട്ട് കൊടുക്കാം. ഇനി നമുക്ക് മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന പൗഡർ കേട്ടോ. എനിക്കിതേ പറ്റത്തുള്ളൂ, വേറെ പൗഡറൊന്നും പറ്റത്തില്ല. ഞാനിവിടെ കോമ്പാക്റ്റ് പൗഡറിന് പകരമായിട്ടാണ് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നത്. കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഐ ഷേഡോ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാലറ്റ് ഞാൻ വീട്ടിനടുത്തുള്ള ഫാൻസി കടയിൽ നിന്ന് മേടിച്ചാണ്. 100 രൂപയേ ഉള്ളൂ. അടിപൊളി പാലറ്റിയാണ്. ഇതെന്ന് ഞാനൊരു റോസ് കളറായിട്ടുള്ള ഒരു ഐ ഷേഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് കണ്ണാടി ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്, നന്നായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, വള ഇടാനുണ്ട്, അതുപോലെ തന്നെ കമ്മലൊന്ന് ഇടാനുണ്ട്, മാല ഇടാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കെട്ടി വെക്കാം. പിന്നെ ഹെയർ ഞാൻ കെട്ടുന്നത് നിങ്ങളൊന്ന് കണ്ട് നോക്കുക. ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാനിതാ ഹെയർ കെട്ടിക്കഴിഞ്ഞു. ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കോട്ട് ടിക് ടിക് കുത്തി കൊടുത്താണ്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇനി നമുക്ക് കമ്മലൊന്ന് മാറ്റാം. ഞാനിത് ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് 40 രൂപയ്ക്ക് മേടിച്ച കമ്മലാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള അത്രയും കമ്മൽ അങ്ങനെ തന്നെ മേടിച്ചതാണ്. പിന്നെ ഞാനൊരു കമ്മൽ ഭ്രാന്തിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് ഓൺലൈനിൽ ഒരു കമ്മൽ മേടിച്ചു. അതിന് എനിക്ക് 8ൻ്റെ പണി കിട്ടി. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് മാല കൂടി ഇടാനുണ്ടല്ലേ. അപ്പോൾ ദാ ഈ ഒരു മാലയാണ് ഞാൻ ഇടാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മാച്ചാണോ അല്ലയോ എന്നെനിക്ക് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല, എങ്കിലും ചെറിയ രീതിക്ക് മാച്ചാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് മാച്ചാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കണേ. ഈ ഒരു മാല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മാലയാണ്. ഞാനിത് മീഷോന്ന് മേടിച്ചതാണ്. അടിപൊളി മാലയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ.
അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ലോച്ച മോഡലിലാണ് ഷോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ സ്കേർട്ടാണ് കേട്ടോ താഴോട്ട്. ഫുൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. രണ്ട് കയ്യിൽ ഞാൻ 2 കളർ വളയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.